വെൽക്കം. തഹമനാണ്. ലോക്കൽ അനസ്തെറ്റിക് വീഡിയോ സീരീസിൽ നമ്മൾ ഇത് മൂന്നാമത്തെ പാർട്ടാണ്, പാർട്ട് 3 ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സ് എന്താണ് ക്ലാസിഫൈ ചെയ്തു, മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു, ജനറൽ യൂസസ് ഒക്കെ പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് എസ്റ്റേഴ്സ് ഉണ്ട്, രണ്ടാമത്തത് അമൈഡ്സ് ഉണ്ട്. സോ അമൈഡ്സിൽ വരുന്നതാണ് ലിഗ്നോകെയിൻ പോലുള്ളത്. അതുകൊണ്ട് ഞാൻ അമൈഡ്സ് ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമുക്ക് പറയാനുള്ളത് എസ്റ്റേഴ്സ് വിഭാഗം മരുന്നുകൾ, ഓരോ ഇൻഡിവിജ്വൽ ഡ്രഗ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സോ എസ്റ്റർ മരുന്നുകളുടെ പ്രത്യേകത എന്തായിരുന്നു? എസ്റ്റർ മരുന്നുകളുടെ പ്രത്യേകത അത് പ്ലാസ്മ എസ്റ്ററൈസസ് വഴി നശിക്കും. പ്ലാസ്മ എസ്റ്ററൈസ് എന്ന് വെച്ചാൽ ബ്ലഡിലുള്ള എസ്റ്ററൈസസ് വഴി വേഗം നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ എസ്റ്റേഴ്സും ഷോർട്ട് ആക്ടിങ് ആണ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം. ആൻഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത്, ഉപയോഗിച്ച് തുടങ്ങിയ ലോക്കൽ അനസ്തെറ്റിക് എന്ന് പറയുന്നത് കൊക്കെയിൻ ആണ്. കൊക്കെയിൻ ഫസ്റ്റ് ലോക്കൽ അനസ്തെറ്റിക്. അത് നാച്ചുറൽ ആണ്, കിട്ടുന്നത് ഒരു ചെടിയിൽ നിന്നാണ്. അതിന്റെ പേര് എറിത്രോസൈലോൺ കൊക്ക. എറിത്രോസൈലോൺ കൊക്ക അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയ COCA എന്ന ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് ഓൺലി ടോപ്പിക്കൽ യൂസ് മാത്രമേ ഉള്ളൂ. കണ്ണിലാണ്, അതും ഐയിൽ മാത്രം, ഓക്കുലാർ യൂസ് മാത്രമേ ഉള്ളൂ. 1 to 10%, 1 മുതൽ 10% ക്രീമായിട്ട് ഓക്കുലാർ സർജറിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത്. ഇഞ്ചക്ഷൻ നമ്മൾ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇഞ്ചക്ഷൻ ബാൻഡ് ആണ്. കാരണം രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കും, രണ്ട് ഏറ്റവും കേട്ടിട്ടുണ്ടാവും നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗാണ്, ഹൈലി അഡിക്റ്റീവ് ഡ്രഗ് ആണ് കൊക്കെയിൻ. കൊക്കെയിന് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. രണ്ട് പ്രത്യേകതകൾ മറ്റ് ലോക്കൽ അനസ്തെറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ പ്രത്യേകതകളാണ്. വൺ ഈസ് ഇറ്റ് സിംപതോമിമെറ്റിക് ആക്ഷൻ. സിംപതോമിമെറ്റിക് ആണ് ഡ്രഗ് എന്ന് പറയുന്നത്. സോ ഇത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റീഅപ്ടേക്ക് ഇൻഹിബിഷൻ. ഇവിടെ നിന്നൊരു സാധനം നോറഡ്രിനാലിനോ അല്ലെങ്കിൽ ഡോപ്പമിനോ അല്ലെങ്കിൽ അഡ്രിനാലിനോ വിട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കണമല്ലേ, തിരിച്ചെടുക്കുന്നത് തടയുന്ന മരുന്നാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ഓഫ് കാറ്റക്കോൾ അമീൻസ്. അപ്പോൾ എന്ത് പറ്റും, ഇതിവിടെ കൂടുതൽ നേരം നിൽക്കുമ്പോഴത്തേക്കും പെരിഫറിയിലാണെങ്കിൽ ദിസ് ക്യാൻ കോസ് സീരിയസ് വാസോ കൺസ്ട്രിക്ഷൻ. സോ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ BP വർദ്ധിക്കും. ഇതേ ആക്ഷൻ മൂലം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻഹിബിഷൻ ഇൻ ദ റീഅപ്ടേക്ക് സെൻട്രലി ഇത് വേറൊരു പ്രശ്നം ഉണ്ടാക്കും. സെൻട്രലി ഉണ്ടാക്കുന്ന പ്രശ്നമാണ് അഡിക്ഷൻ ആൻഡ് അബ്യൂസ്. അഡിക്ഷൻ ആൻഡ് അബ്യൂസ് എന്ന് പറയുന്ന പ്രശ്നം, പൊട്ടൻഷ്യൽ കൂടിയ മരുന്നാണ് ഇതുണ്ട്. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ഇറ്റ്സ് അബ്യൂസ് ആണ്. അബ്യൂസ് പൊട്ടൻഷ്യൽ കൂടിയ മരുന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ കണ്ണിൽ മാത്രം ഉപയോഗിക്കുന്നത്. കണ്ണിൽ നമ്മൾ ഉപയോഗിക്കാറില്ല, വേറെ മരുന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാം നമുക്ക്. സോ അബ്യൂസ് പൊട്ടൻഷ്യൽ കൂടുതലാണ്, ഹൈലി അഡിക്റ്റീവ് ആണ്. സോ ഈ അഡിക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോ ടോളറൻസ് എന്നുള്ളതാണ്. നമ്മൾ മറ്റ് മോർഫിനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ടോളറൻസ് ഉണ്ടാകും, പിന്നെ കൂടുതൽ കുത്തേണ്ടി വരും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാലും സെയിം എഫക്ട് തന്നെ ഉണ്ടാകും. സത്യത്തിൽ ദിസ് ക്യാൻ കോസ് റിവേഴ്സ് ടോളറൻസ് ആണ്. അതാണ് എൻ്റെ രസം. റിവേഴ്സ് ടോളറൻസ് എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ച് കുത്തിയാൽ മതി, കുറച്ച് കുത്തുമ്പോൾ തന്നെ കൂടുതൽ എഫക്ട് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഉപയോഗിക്കുന്നത് IV ആയിട്ട് കുത്തിവെക്കാറുണ്ട്. വലിച്ചെടുക്കുന്ന പൊടി സ്നിഫിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. സ്മോക്ക്, പുക, ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ കൊക്കെയിൻ അബ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാവുന്ന ഡ്രഗ്, നമ്മൾ ടോപ്പിറമേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ബാക്ലോഫൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. മൊഡാഫെനിൽ പോലെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കാം. ആൻഡ് കൊക്കെയിന്റെ വേറൊരു പ്രശ്നം, മൂന്നാമത്തെ ഒരു പ്രശ്നം, ഹൈലി ടെറാറ്റോജനിക് പൊട്ടൻഷ്യൽ ഉള്ള മരുന്നാണ്. ടെറാറ്റോജെനിസിറ്റി കൂടുതലാണ്. ഗർഭിണികൾ ഇതെങ്ങാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടിയെ നമുക്കൊരു പ്രത്യേക പേര് പറഞ്ഞാണ് വിളിക്കുക. ഇറ്റ് ഈസ് കോൾഡ് ആസ് കൊക്കെയിൻ ബേബി എന്ന് പറഞ്ഞ് വിളിക്കും. മുഖത്ത് ഫേഷ്യൽ ഡിഫക്ട്സ് ഉണ്ടാക്കാം, ലിംബ് ഡിഫക്ട്സ്, കൈകാലുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാം, ഗ്രോത്ത് തന്നെ കുറയ്ക്കാം, തലച്ചോറ് ചെറുതാവുക, ബ്രെയിൻ ചെറുതാവുന്ന അവസ്ഥ. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുള്ള ഡ്രഗാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലി ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ നമ്മൾ കണ്ണിൽ ഐ ഡ്രോപ്സ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഓയിൻമെന്റ് മാത്രമായിട്ടായിരിക്കും ഉപയോഗിക്കുക. രണ്ടാമത്തെ മരുന്ന് പ്രൊക്കെയിൻ ആണ്. സോ എസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പറയുക. എസ്റ്ററിൽ അടുത്ത പ്രധാനപ്പെട്ട മരുന്ന് പ്രൊക്കെയിൻ ആണ്. സോ ഇതാണ് ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ച സിന്തറ്റിക് ആയിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക്, എസ്റ്റർ ഗ്രൂപ്പിൽ വരുന്ന പ്രൊക്കെയിൻ ആണ്. സോ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതിന് സത്യത്തിൽ ഇപ്പോൾ ഉപയോഗം കുറവാണ്. ഇതിന് വേറൊരു ഉപയോഗം ഉണ്ടായിരുന്നു, അത് നമ്മൾ പെൻസിലിൻ ജിയുടെ ഒപ്പം ചേർക്കും. പെൻസിലിൻ ജി, പ്രൊക്കെയിൻ പെൻസിലിൻ ജി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പോൾ അതിന്റെ ആക്ഷൻ ലോങ് ആക്ടിങ് ആവും. പെൻസിലിൻ ജി വിൽ ബിക്കം ലോങ് ആക്ട്. അത് നമ്മളിപ്പോൾ ന്യൂറോസിഫിലിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കുന്നു. സോ ടു മേക്ക് പെൻസിലിൻ ലോങ് ആക്ട്, അതാണ്. ആൻഡ് പ്രൊക്കെയിന്റെ ഒരു സൈഡ് എഫക്ട്, ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സൾഫോൺ ആമൈഡ് പോലുള്ള മരുന്നുകൾ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, സൾഫോണാമൈഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ, പാബ, ഇറ്റ്സ് ആൻ അനലോഗ് ഓഫ് പാബ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇൻഹിബിഷൻ ആണ്. പക്ഷേ ഈ മരുന്ന് മെറ്റബോളൈസ് ചെയ്തിട്ട് ദിസ് പ്രൊക്കെയിൻ വിൽ ബി മെറ്റബോളൈസ് ടു പാബയായിട്ട് മാറും. സോ ബാക്ടീരിയയ്ക്ക് പാബ കിട്ടാതിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് കിട്ടും. അങ്ങനെ സൾഫോണാമൈഡിന്റെ ആക്ഷൻ കുറയ്ക്കും എന്നുള്ളതാണ് ഇതിന്റെ
ഇതിന്റെ ഒരു ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ക്ലോർപ്രൊക്കെയിൻ എന്ന് പറയുന്ന മരുന്ന്. സോ പ്രൊക്കെയിൻ ആൻഡ് ക്ലോർപ്രൊക്കെയിൻ ഇതൊരു ടോപ്പിക്കൽ മരുന്നാണ്, ടോപ്പിക്കൽ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ടുള്ള മരുന്നാണ്. ഇഞ്ചക്ഷൻ സ്പൈനൽ ഒന്നും കൊടുക്കാറില്ല ഈ മരുന്ന്, കാരണം അതിനകത്ത് സോഡിയം മെറ്റബൈ സൾഫേറ്റ് എന്ന് പറയുന്ന സംഭവമാണ് അടങ്ങിയിട്ടുള്ളത്. അത് ടോക്സിക് ആണ്. അപ്പോൾ അതിനകത്ത് EDTA ഒക്കെ ചേർത്തിട്ട് വ്യത്യസ്തമായിട്ടൊക്കെ വരുന്നുണ്ട്, എന്നാലും അതും ഇൻട്രാത്തിക്കലൊന്നും കൊടുക്കാറില്ല. ദെൻ ക്ലോർപ്രൊക്കെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ആക്ടിങ് ഓഫ് ഓൾ ലോക്കൽ അനസ്തെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതിനാണ് ഷോർട്ടസ്റ്റ് ആക്ടിങ് ലോക്കൽ അനസ്തെറ്റിക് ഏതാണ് എന്നിപ്പോൾ ഒരു MCക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോർപ്രൊക്കെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ടിക്ക് ചെയ്യുക, ഫുൾ മാർക്ക്. ഇനി വേറൊരു എസ്റ്റർ, അതിന്റെ പേര് ടെട്രാക്കെയിൻ എന്നാണ്. ടെട്രാക്കെയിൻ എന്ന് പറയുന്നതാണ് അടുത്ത മരുന്ന്. അതിന് വേറെ പേര് കൂടിയുണ്ട്, അതും കൂടി കേട്ടു വെച്ചേക്കുക. അമിതോക്കെയിൻ എന്ന് പറഞ്ഞാലും സംഭവം ആള് ടെട്രാക്കെയിൻ തന്നെയാണ്. ആൻഡ് ഇത് വളരെ പതിയെ മാത്രമേ പ്രവർത്തിക്കൂ, പക്ഷേ ദീർഘനേരം പ്രവർത്തിക്കും. ലോങ് ആക്ടിംഗ് ആണ്. ആക്ഷൻ പതിയാണെങ്കിലും ദീർഘനേരം പ്രവർത്തിക്കും. സോ പ്രധാനമായിട്ടും T ഫോർ ടോപ്പിക്കൽ എന്ന് ഓർത്തിരിക്കുന്ന സുഖമാണ്. പ്രധാനമായിട്ടും ടോപ്പിക്കലാണ്. ENTയിലൊക്കെയാണ് ഏറ്റവും അധികം ഉപയോഗിക്കുക. ടോപ്പിക്കൽ യൂസ് ഉണ്ട്, പക്ഷേ കോമ്പിനേഷനായിട്ട് മറ്റ് പല ആയിട്ടും ലഭ്യമാണ്. IV റീജിയണൽ അനസ്തീഷ്യ, IV റീജിയണൽ അനസ്തീഷ്യയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സ്പൈനൽ. സോ സ്പൈനൽ അനസ്തീഷ്യയിൽ നമുക്ക് കൊടുക്കാം. ലോങ് ടേം ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ സ്പൈനൽ അനസ്തീഷ്യ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ടെട്രാക്കെയിൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്ത എസ്റ്റർ ഈസ് ബെൻസോക്കെയിൻ ആണ്. ബെൻസോക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ് അടുത്തത്. ഓർ ബ്യൂട്ടൈൽ അമിനോ ബെൻസോവേറ്റ് ഓർ ബ്യൂട്ടാംബെൻ ആയിട്ടും കിട്ടുന്നുണ്ട്. ബ്യൂട്ടാംബെൻ ആണ്. ഓക്കെ. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കട്ട് അല്ലെങ്കിൽ വൂണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ നമുക്ക് പുരട്ടാം, ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ചാലും സിസ്റ്റമിക് അബ്സോർഷൻ ഇല്ല, ബ്ലഡിനകത്തേക്ക് കയറുന്നില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. സോ ഇത്തരം വൂണ്ട് കട്ട് ഇൻഫെക്ഷനിൽ പ്രധാനമായിട്ടും ബെൻസോക്കെയിൻ ഫോർമുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ലോസെഞ്ചസ്, നമ്മളിപ്പോൾ വിക്സ് 500 എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഉള്ള അതിനകത്ത് സ്റ്റൊമറ്റൈറ്റിസ്, സോർ ത്രോട്ട്, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട യൂസ് ഏനോറെക്ടൽ ലീഷൻസിൽ നമ്മളിപ്പോൾ ഓയിൻമെന്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പൈൽസ്, ഫിഷേഴ്സ്, ഫിസ്റ്റുല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മരുന്നാണ് ബെൻസോക്കെയിൻ. കാരണം മുറിവിൽ പുരട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ ഒരു 4 മരുന്ന് കൂടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ അവസാനിപ്പിക്കാം. സോ ഒരു മരുന്ന് ഈസ് ഡൈക്ലോണിൻ ആണ്. ഡൈക്ലോണിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇത് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിലൂടെ കടക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സോ നേരത്തെ പറഞ്ഞ മരുന്നിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ തൊണ്ടവേദനയ്ക്കുള്ള ഗുളികകൾ, ലോസെഞ്ചസ് അതിനകത്തൊക്കെയാണ്. സോ ഇത് ലോസെഞ്ചസിലൊക്കെ ധാരാളം ഉണ്ട്. സോർ ത്രോട്ടിലൊക്കെ പാച്ചസ്, അതിനകത്തൊക്കെ പാച്ചസ് ആയിട്ടൊക്കെ മറ്റും ഉപയോഗിക്കുന്നതാണ്. ദെൻ വേറൊരു മരുന്ന് എന്ന് പറയുന്നത് പ്രാമോക്സിൻ ആണ്. പ്രാമോക്സിനും ഒരു എസ്റ്റർ ആണ്. ഇതൊരു സർഫസ് അനസ്തെറ്റിക് തന്നെയാണ്. സ്കിൻ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ കൊടുക്കാം, പക്ഷെ കണ്ണിലോ മൂക്കിലോ പറ്റില്ല. നോട്ട് ഇൻ ഐ, നോട്ട് ഇൻ ഇയർ. ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. 1% ടോപ്പിക്കൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരം പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. പ്രാമോക്സിൻ എന്ന് പറയും. ഇനി ഒരെണ്ണം ഓക്സിതാസെയിൻ ആണ്. ഓക്സിതാസെയിൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ടോപ്പിക്കൽ തന്നെയാണ്, ടോപ്പിക്കൽ അനസ്തെറ്റിക് ആണ്. ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ അതിനെ അനസ്തെറ്റൈസ് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഗ്യാസ്ട്രൈറ്റിസിൽ നമുക്ക് ഉപയോഗിക്കാം, GI ഇറിറ്റേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം, GERD ഗ്യാസ്ട്രോഇസോഫാജിയോ റിഫ്ലക്സ് ഡിസീസിൽ നമുക്ക് ഉപയോഗിക്കാം, ഹേർട്ട് ബേൺ ഓഫ് പ്രഗ്നൻസി. സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കിത് അൻറ്റാസിഡ് ആയിട്ട് നമ്മൾ കുടി. പേര് മുക്കെയിൻ ജെൽ എന്ന് കേട്ടിട്ടുണ്ടാകും. മുക്കെയിൻ ജെൽ കേട്ടിട്ടില്ലെങ്കിൽ ട്രിക്കെയിൻ MPS എന്നൊക്കെ പേരിൽ, ഇതൊക്കെ രണ്ടും കൊമേഴ്ഷ്യൽ പേരുകളാണ്, കമ്പനി പേരുകളാണ്. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനമാണ് ഓക്സിതാസെയിൻ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ലാസ്റ്റ് വൺ ഇത് പ്രൊപരാക്കെയിൻ ആണ്. ഇതും സർഫസ് അനസ്തെറ്റിക് ആണ്, പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് കണ്ണിലാണ്. സോ കണ്ണിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഒപ്താൽമിക് സർഫസ് അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ നമ്മൾ കൊക്കെയിൻ ഉപയോഗിക്കുന്നു പറഞ്ഞു, കൊക്കെയിന് പിടിച്ചു മാറ്റി വന്നവനാണ് പ്രൊപ്രാക്കെയിൻ എന്ന് പറയുന്ന മരുന്ന്. പക്ഷേ ഇത് ഷോർട്ട് ആക്ടിംഗ് ആണ്. കോർണിയൽ അനസ്തീറ്റിയിൽ ഒരു 10 to 20 മിനിറ്റ്സ് ഒക്കെ ആക്ഷൻ ഉള്ളൂ. ദീർഘനേരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 to 10 മിനിറ്റ് കഴിയുമ്പോൾ കൂടുതൽ ഇഞ്ചക്ഷൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു 5 തവണ വരെ നമുക്ക് കുത്തിവെപ്പ് കൊടുക്കാം, അതിൽ കൂടുതൽ കൊടുക്കാറ്. സോ ഇതാണ് എസ്റ്റേഴ്സ്. സോ എസ്റ്റേഴ്സ് അമ്മയുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എസ്റ്റേഴ്സ് ഈ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്കിൽ പറയാനുള്ളത് ടെക്നിക്സും റൂട്ട്സും ആണ്. അത് ഞാൻ സമയവും സൗകര്യവും അനുസരിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.